ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ എങ്ങനെ നിലകൊള്ളുന്നു? ഒന്നിനോടും സംഘം ചേരാതെ, എന്നാൽ ആ ഭഗവാന്റെ തന്നെ ശക്തിസ്വരൂപമായ പ്രകൃതിയെ തനിക്ക് അധീനയാക്കിക്കൊണ്ട് ആ പ്രകൃതിയാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഈശ്വരൻ്റെ തന്നെ ശക്തിയാണ് പ്രകൃതി. ആ പരമാത്മാവ് നിശ്ചലമായി എന്നതുപോലെയാണെങ്കിൽ പോലും ആ പരമാത്മാവിൻ്റെ ശക്തി ചലിക്കുമ്പോൾ അത് ആ പരമാത്മാവിനെ ബാധിക്കില്ലേ? ആ പരമാത്മാവ് ചെയ്യുന്ന ഒരു കർമ്മമായിട്ട് തന്നെയല്ലേ ഇവിടെ സൃഷ്ടി വരുന്നത്. അപ്പോൾ ആ സൃഷ്ടി ഒരു കർമ്മം എന്ന നിലയിൽ ആ പരമാത്മാവിനെ ബന്ധിക്കുന്നില്ലേ? കാരണം നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കുന്നുണ്ട്, അതിൻ്റെ പുണ്യവും പാപവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഭഗവാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണ് എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവത് ആസീനം അസക്തം ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. ധനഞ്ജയ, അർജുന, തേഷു കർമ്മസു, ഞാൻ ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ അസക്തം, അതിനോട് ഞാൻ ഒരു സക്തിയെ, ഒരു സംഘത്തെ വെക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഉദാസീനവത്, ഒരു ഉദാസീനനെ പോലെ ആസീനം, അങ്ങനെ ആയിത്തീരുന്ന മാം, എന്നെ, പരമാത്മാവായിട്ടുള്ള എന്നെ, താനി കർമാണി, എൻ്റെ തന്നെ പ്രകൃതി ചെയ്യുന്ന ആ കർമ്മങ്ങൾ, ന ച നിബധ്നന്തി, അത് ബന്ധിക്കുന്നില്ല. ഭഗവാൻ പറയുന്നു, എൻ്റെ തന്നെ ശക്തിയാണ് പ്രകൃതി. ആ പ്രകൃതി എന്ത് ചെയ്യുമ്പോഴും അവിടെ എൻ്റെ സങ്കല്പമുണ്ട്. സങ്കല്പമൊക്കെ കർമ്മങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും അതൊന്നും എന്നെ ബാധിക്കാത്തതിന് കാരണം അവിടെ ഒരു ഉദാസീന ഭാവമാണ് ഞാൻ കൈക്കൊള്ളുന്നത്. ആ കർമ്മങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ആസക്തിയും ഇല്ല. അതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഇവിടെ ഒരു സാധാരണ ജനങ്ങൾ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഇരിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, മമത. ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നു, എൻ്റെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന ഒരു ചിന്ത. ആ ചിന്തയോടുകൂടെ നമ്മൾ ആ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ മമതയാണ് നമ്മെ ആ കർമ്മവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇനി നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവിടെ ഞാൻ എന്ന വ്യക്തിബോധം വന്നിട്ട്, നോക്കൂ, ഞാൻ എത്ര നല്ല കാര്യമാണ് ചെയ്യുന്നത്, എന്ത് നല്ല മനുഷ്യനാണ് ഞാൻ, എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നു എന്ന ഒരു ചിന്ത പോലും അതും നമ്മെ ബന്ധിപ്പിക്കും. അത് പുണ്യത്തോട് ബന്ധിപ്പിക്കും. ഇനി പാപകർമ്മങ്ങൾ, പ്രകൃതിക്ക് വശംവദരായിട്ട്, മുൻപ് 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, പ്രകൃതിക്ക് വശംവദരായിട്ടാണ് നമ്മൾ ഇവിടെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രാരബ്ധവശാൽ ഒരു വില്ലൻ റോളാണ് നമുക്ക് ഈ ഒരു ജന്മത്തിലെങ്കിൽ ചെയ്യുന്നത് മുഴുവൻ പാപങ്ങളായിരിക്കും. അപ്പോൾ ആ പാപങ്ങൾ നമ്മെ ബന്ധിക്കുന്നു. കാരണം അപ്പോഴും ചിന്ത എന്താണ്? ഇത് ഞാൻ ചെയ്യുന്നു, ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കെങ്കിലും തോന്നും. പക്ഷേ
അയാളുടെ ആഗ്രഹങ്ങൾ, എന്തിനെങ്കിലും വേണ്ടിയുള്ള അമിതമായ ആഗ്രഹം, അധികാരത്തിന് വേണ്ടിയാവാം, പണത്തിന് വേണ്ടിയാവാം, ഇങ്ങനെയുള്ള ആ ഒരു ഉന്മാദമാണ് അവരെ കൊണ്ട് പല തെറ്റുകളും ചെയ്യിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറണം എന്ന ചിന്തയുണ്ടെങ്കിൽ പോലും അവർക്ക് മാറാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ പാപത്താൽ അവർ ബന്ധിക്കപ്പെടുന്നു. പുണ്യമായാലും പാപമായാലും രണ്ടും ചങ്ങലയാണ്. ഒന്ന് സ്വർണ്ണച്ചങ്ങലയാണെങ്കിൽ മറ്റൊന്ന് ഇരുമ്പ് ചങ്ങലയാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് മറ്റൊരു തരത്തിൽ നമ്മൾ കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കർമ്മം, നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പോൾ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരാഗ്രഹം, എനിക്കത് എന്തൊരിഷ്ടമാണെന്നോ, അപ്പോൾ ആ കർമ്മത്തോടുള്ള ഒരു ഇഷ്ടവും, ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ളതാണെങ്കിൽ ആ ഒരു ഫലവും പ്രതീക്ഷിച്ച് അങ്ങനെ ആ കർമ്മത്തോടുള്ള ആസക്തി, അതും ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലത്തോടുള്ള ആഗ്രഹവും, ഇങ്ങനെ രണ്ടും ബന്ധിപ്പിക്കുന്നു. ഇനി നേരെ തിരിച്ചുമുണ്ട്. ചില ജോലി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സ്വീകരിക്കേണ്ടി വരുന്ന ചില ജോലികളുണ്ട്. പലപ്പോഴും പത്രങ്ങളിലൊക്കെ കാണാം, കായിക താരം പിന്നീട് കുടുംബ പ്രാരാബ്ധം കാരണം കൂലിപ്പണിക്ക് പോവേണ്ടി വരുന്നു. അവരുടെ ഉള്ളിൽ അപ്പോഴും ആ ഒരു കായിക താരത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടാകും, പക്ഷേ അതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തിന് വേണ്ടി വേറെ നിവൃത്തിയില്ലാതെ ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാവണം എന്നില്ല അത് ചെയ്യുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടാതെ ഒരു ജോലി ചെയ്യേണ്ടി വന്നാൽ ആ ജോലി നമ്മെ തീർത്തും ക്ഷീണിതരാക്കുകയും ചെയ്യും. ഓരോ ദിവസവും പുലരുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഒരു നിരാശയിലായിരിക്കും എഴുന്നേൽക്കുക. അങ്ങനെയും ആ കർമ്മത്തോട് നമ്മൾ ബന്ധിക്കപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു ഉദാസീനനെ പോലെ. അപ്പോൾ ഉദാസീനൻ എന്ന് വെച്ചാൽ അതൊരു മടിയല്ലേ എന്ന് തോന്നാം. അല്ല, ഈ ഉദാസീനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കർമ്മം ചെയ്യുന്നു എന്ന ചിന്തയേ ഇല്ലാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അത് ഒരു പൂവ് വിരിഞ്ഞാൽ സുഗന്ധമുണ്ടാകും എന്നതുപോലെ സ്വാഭാവികമായിട്ട് ഇവിടെ ആ സൃഷ്ടികർമ്മം അങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ അതിനോട് മനസ്സിനെ ബന്ധിപ്പിക്കുന്നില്ല, ഒരു ആസക്തി വെക്കുന്നില്ല. അതങ്ങനെ അങ്ങ് നടന്നു പോകുന്നു. ഇനി അത് ഈ സൃഷ്ടി ചെയ്യുക എന്നത് എനിക്ക് അത്രയും ഇഷ്ടമാണ്, അങ്ങനെയുമില്ല. എന്നാൽ ഇഷ്ടമല്ല, അങ്ങനെയുമല്ല. ഇത് രണ്ടും അല്ലാത്തത് കൊണ്ടാണ് അത് ഉദാസീനമാകുന്നത്. അത് നമ്മിലൂടെ അങ്ങനെ വന്നു പോകുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു പൂവ് വിരിഞ്ഞാൽ സുഗന്ധം എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ അത്രയും സ്വാഭാവികമായി ഭഗവാനിൽ നിന്ന് സംഭവിക്കുന്നതാണ് ഈ സൃഷ്ടി. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഇതിനോട് ഞാൻ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇതെന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്? നമ്മളോടുള്ള ഭഗവാന്റെ ഉപദേശമാണ്. ഇവിടെ കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല, എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യണം. അപ്പോഴെന്തു വേണം? എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നു, ഇനി എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും വേണം, അതിനു വേണ്ടി ചെയ്യുന്നു. അങ്ങനെ ഒന്നുമില്ലാതെ അതൊരു സ്വാഭാവികമായ കർമ്മമായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു കർമ്മവും നമ്മെ ബന്ധിപ്പിക്കുന്നില്ല. ഇതുപോലെയാണ് ഭഗവാൻ ഇവിടെ തൻ്റെ അധീനതയിലുള്ള പ്രകൃതിയെ ഉപയോഗിച്ച് ഇവിടെ സൃഷ്ടി നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോഴും ഒന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല. നജമാം താനി കർമാണി നിബധ്രന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. തനിക്ക് ഈ പ്രപഞ്ച സൃഷ്ടിയുമായി സംഘമില്ല എങ്കിൽ പോലും
ഭഗവാന്റെ സങ്കല്പമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാ അനേന കൗന്തേയ ജഗത് വിപരിവർത്തതേ. കൗന്തേയ, മയാ അധ്യക്ഷേണ, എൻ്റെ ഒരു അധ്യക്ഷതയിൽ, ആ ഒരു സാന്നിധ്യം, ആ സങ്കല്പത്താൽ തന്നെയാണ് പ്രകൃതി, എൻ്റെ ശക്തിയായ ആ പ്രകൃതി, സചര അചരം, ചരങ്ങളും അചരങ്ങളും കൂടിയ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും സൂയത്തെ, പ്രസവിക്കുന്നത്. അനേന ഹേതുന, ഈ ഒരു കാരണത്താൽ, ജഗത്, ഈ പ്രപഞ്ചം, വിപരിവർത്തതേ, ഇങ്ങനെ ആവർത്തിച്ച് ഉണ്ടായി മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് ഭഗവാന്റെ സങ്കല്പമാണ്. ഭഗവാന്റെ സാന്നിധ്യവും വേണം. സൂര്യൻ്റെ വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പകൽ സമയത്ത് കാര്യങ്ങളൊക്കെ വ്യക്തമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും സൂര്യൻ ഉത്തരവാദിയല്ല, സൂര്യൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ നമ്മുടെ പ്രവൃത്തിക്ക് സൂര്യൻ്റെ വെളിച്ചം ആവശ്യവുമാണ്. ഇതേപോലെയാണ് പ്രകൃതി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ആ സ്രഷ്ടാവായിട്ടുള്ള പരമാത്മാവിന് സംഘമില്ല. എന്നാൽ ആ പരമാത്മാവിൻ്റെ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിക്ക് ഇവിടെ സൃഷ്ടി നടത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് അധ്യക്ഷേണ എന്ന് പറയുന്നത്. ഒരു വലിയ കമ്പനിയുടെ, ഒരുപക്ഷെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കമ്പനി, ആ കമ്പനിയുടെ സ്ഥാപകനായിട്ട് ഒരാളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ സങ്കല്പമാണ് ആ കമ്പനി. എന്നാൽ അദ്ദേഹം ഒരിക്കലും അവിടെ വന്നിരുന്ന് സാധാരണക്കാർ അവിടെയുള്ളവർ ജോലി ചെയ്യുന്നത് പോലെ ജോലി ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. എന്നാൽ ആ കമ്പനി ഉടമസ്ഥൻ്റെ ചിന്താഗതിക്കനുസരിച്ചാണ് ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾ മുതൽ ഇങ്ങ് താഴേക്കിടയിലുള്ള ആളുകൾ വരെ പ്രവർത്തിക്കുന്നത്. ഇതേപോലെ ആരുടെ സങ്കല്പമാണോ ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, ആ സങ്കല്പം ഭഗവാൻ തൻ്റെ അധീനതയിലുള്ള പ്രകൃതിയിലൂടെ സാധ്യമാക്കുന്നു. എന്നാൽ അതിനോടൊരു സംഘമില്ലാത്തതിനാൽ ഒരു പ്രവൃത്തിയും ഭഗവാനെ ബാധിക്കുന്നില്ല. എന്നാൽ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് ചര അചരങ്ങൾ, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള ഈ പ്രപഞ്ച ഘടകങ്ങളെ മുഴുവൻ ആ പ്രകൃതിയാണ് പ്രസവിക്കുന്നത്. അതാണ് സൂയത്തെ, പ്രസവിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ സാക്ഷിയായിട്ട് ചൈതന്യമായിട്ട് ഭഗവാൻ തൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുകയും ചെയ്യുന്നു. മായാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തേയ ജഗദ്വിപരിവർത്തതേ. തൻ്റെ ആ പരമാത്മ സ്വരൂപത്തെക്കുറിച്ചാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അർജുനന് പരിചയമുള്ള ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ബന്ധുവാണ്, അടുത്ത സുഹൃത്താണ്. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ ആ പരമാത്മ സ്വരൂപത്തിലേക്ക് കാണാനുള്ള ഒരു കഴിവ് അർജുനന് ആയിട്ടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭഗവാൻ പറയുകയാണ് 11ാമത്തെ ശ്ലോകം. അവജാനന്തി മാം മൂഢാം മാനുഷീം തനുമാശ്രിതം പരം ഭാവം അജാനന്തഃ
ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. ഭൂതമഹേശ്വരം, ഭൂതങ്ങൾ, ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മഹേശ്വരനായ, നിയന്താവായ, അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മമ, എൻ്റെ പരഭാവം, ആ പരമകാരണമായ ചൈതന്യ സ്വരൂപം, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന സത്യത്തെ അജാനന്തഃ, അറിയാത്ത മൂഢാഹ. ഇവിടെ മൂഢന്മാർ എന്നതുകൊണ്ട് അജ്ഞാനികൾ, ആ ഒരു പരമമായ ചൈതന്യത്തെ അറിയാൻ സാധിച്ചിട്ടില്ലാത്തവർ, മാം, എന്നെ, മാനുഷീം തനും, ഒരു മനുഷ്യദേഹം കൈക്കൊണ്ടവനായി, ആശ്രിതം, അങ്ങനെ ആശ്രയിച്ചവനായിട്ട്, അവജാനന്തി, തെറ്റിദ്ധരിക്കുന്നു. ഇവിടെ അർജുനന്റെ മനസ്സിലെ ആ ഒരു ആശയക്കുഴപ്പം ഭഗവാന് മനസ്സിലായിട്ടുണ്ട്. തൻ്റെ മുന്നിൽ കാണുന്ന ഈ ഭഗവാൻ, ഈ കൃഷ്ണൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സാക്ഷിയാണ്. ആ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ പ്രകൃതിയിൽ സൃഷ്ടി നടക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാനാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ആശയക്കുഴപ്പത്തെ മാറ്റാൻ ഭഗവാൻ പറയുന്നു, എൻ്റെ ആ പരമമായ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അജ്ഞാനികൾ അവരുടെ മുന്നിൽ ഒരു അവതാര രൂപത്തിൽ വരുന്ന എന്നെ അത് മാത്രമായിട്ട് കാണുന്നു. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ അന്ധവിശ്വാസങ്ങൾ ഇത്രയധികം ഉണ്ടായത്. കാരണം ഭഗവാൻ എന്നെപ്പോലൊരു മനുഷ്യൻ. അപ്പോൾ എനിക്കുണ്ടാവുന്ന ഈ കുശുമ്പ്, കുന്നായ്മ, സ്വാർത്ഥത, അസൂയ, ദേഷ്യം, പകവെക്കുക, ഇതൊക്കെ ഭഗവാനും ഉണ്ടാവില്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. നമുക്കൊരു പൂജാമുറിയിൽ പല ദൈവങ്ങളുടെയും ഫോട്ടോ എല്ലാ പൂജാമുറിയിലും ഉണ്ടാകും. എന്നാലും നമ്മുടെ ഒരു ഇഷ്ടദേവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവും. അത് ശിവനാവാം, ഗണപതിയാവാം, കൃഷ്ണനാവാം, രാമനാവാം. എങ്ങനെ വന്നാലും നമുക്കറിയാതെ നമ്മൾ ആ ഇഷ്ടദേവന്റെ പേരെ വിളിക്കുള്ളൂ. മാത്രമല്ല, നമ്മൾ ആ പൂജാമുറിയിൽ പോലും ചിലപ്പോൾ ഒരു പരിഗണന കൂടുതൽ കൊടുക്കുന്നതും നമ്മുടെ ഇഷ്ടദേവനായിരിക്കും. അപ്പം മനസ്സിൽ വെറുതെ ഒരു ടെൻഷനാണ്. കൃഷ്ണനോടൊരു ഒരു ആഭിമുഖ്യം കാണിക്കുമ്പോൾ ശിവന് വല്ല വിഷമവും തോന്നുമോ? ഇതെന്തുകൊണ്ടാണ്? എന്നെപ്പോലൊരു മനുഷ്യനാണ് ഭഗവാൻ. അപ്പം എനിക്കങ്ങനെയാണ്. ഇപ്പോൾ എന്നെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചു, എന്നെപ്പോലെ തന്നെ അതേ തലത്തിൽ നിൽക്കുന്ന ആളുകളും വേറെയുണ്ട്. പക്ഷെ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു, ഉള്ളിൽ കൊണ്ടുപോയി സൽക്കരിക്കുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം തോന്നും, പരിഭവം പറയും. അപ്പം അതേപോലെയാണോ ഭഗവാനും? ഇത് തൻ്റെ സ്വഭാവം, തനിക്കിങ്ങനെയൊക്കെയാണ്. ആ സ്വഭാവത്തെ നമ്മൾ ഈശ്വരൻ എന്നതൊരു മനുഷ്യനാണെന്ന് വിചാരിച്ച് ആ ഈശ്വരനിലേക്ക് അങ്ങോട്ട് ആരോപിക്കുന്നു. ഇതാണ് മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങൾക്ക് കാരണം. എന്നെപ്പോലെയാണ് ഭഗവാൻ, എന്നെ പരിഗണിക്കാത്തവരോട് എനിക്ക് ദേഷ്യം തോന്നും. അതുപോലെ ഭഗവാനെ പരിഗണിച്ചില്ലെങ്കിൽ എന്നോട് ദേഷ്യം തോന്നില്ലേ? എവിടെ ചെന്നാലും നമുക്ക് ഈ ഒരു സംശയമാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ്? ഭഗവാൻ ഒരു മനുഷ്യനാണെന്ന് നമ്മൾ പോലും അറിയാതെ നമുക്കങ്ങ് തോന്നിപ്പോകുന്നു. ആ തോന്നലാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതുകൊണ്ടാണ് അവരെ മൂഢന്മാരെന്ന് ഭഗവാൻ വിളിക്കുന്നത്. ഭഗവാൻ ഒരു ശരീരം സ്വീകരിച്ചു വന്നതിൻ്റെ കാരണം വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ആ പരമാത്മ ചൈതന്യത്തെ അറിയാൻ തക്കവണ്ണമുള്ള മാനസിക പക്വതയില്ല. എന്നാൽ അവർക്കും ആ ഒരു ഭക്തി രസത്തിലൂടെയെങ്കിലും ഈ ഒരു ആനന്ദം ലഭിക്കണം. അതിന്
അവരുടെ അതേ ആകൃതിയിലുള്ള ഒരു മനുഷ്യനായിട്ട് അവരുടെ ഇടയിൽ ജീവിച്ച്, എന്നാൽ ചെറിയൊരു വ്യത്യാസം, ചില ലീലകളൊക്കെ ആടി, അങ്ങനെ അവർക്ക് പാടാനും പറയാനും ഇങ്ങനെ കേൾക്കാനുമൊക്കെ ഒരുപാട് കഥകളൊക്കെ ഉണ്ടായി. അങ്ങനെ രസിച്ച് ഭക്തിയിൽ രസിച്ചിരിക്കാൻ അവരെ പോലെയുള്ളൊരു മനുഷ്യനായിട്ട് ഭഗവാൻ വരുന്നു. മനുഷ്യന് അവനെ പോലെയുള്ള ഒന്നിനെയേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഒരു മനുഷ്യരൂപം എടുത്തു വന്നത്. പക്ഷേ അജ്ഞാനികളായ നമ്മൾ എന്ത് വിചാരിക്കുന്നു? എന്നെ പോലെയാണ് ഭഗവാനും, എനിക്കുണ്ടാവുന്ന എല്ലാ വികാരങ്ങളും ഭഗവാനുണ്ട്. അതുകൊണ്ട് ഈ പൂജാമുറിയിലുള്ള ഫോട്ടോസ്, അതിനെ വെച്ചുള്ള ഒരു അന്ധവിശ്വാസം, ഇങ്ങനെ പല പല അന്ധവിശ്വാസങ്ങൾ, എന്തൊക്കെയാണ് വിശ്വാസങ്ങൾ? മനുഷ്യൻ്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്നതാണ് ഈ അന്ധവിശ്വാസങ്ങൾ. ഇതിനൊക്കെ കാരണം ഇതാണ്, ആ പരമാത്മാവിൻ്റെ ആ ഒരു തലത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിച്ചവനാണ് ഭഗവാൻ, അല്ലെങ്കിൽ എന്നെപ്പോലെയാണ്, എൻ്റെ അതേ വികാരങ്ങളാണ് ഭഗവാനും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ കുറച്ച് താമസിച്ച ഭഗവാൻ ശപിക്കുമോ? ഭഗവാൻ ഇപ്പം എന്ത് പോയി, നിങ്ങൾ വിളക്ക് കത്തിച്ചു പോലും ഇല്ല പോലും. എന്ത് ചെയ്യുമ്പോഴും ഈ പേടിയുടെ കാരണം നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഈശ്വരനെ ബോധിപ്പിക്കാൻ ചെയ്യുന്നതാണെന്ന തോന്നലാണ്. അതാദ്യം എടുത്ത് കളയൂ. നമ്മൾ ഈ ചെയ്യുന്ന സാധനകളൊക്കെ തന്നെ അവനവനെ ശുദ്ധീകരിക്കാൻ മാത്രമാണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ സാധിക്കില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിൽ. നമ്മുടെ മനസ്സിൽ ആ ഈശ്വരൻ ഇരിക്കാനുള്ള ഒരു നിലമൊരുക്കുക, അതാണ് ഈ പ്രാർത്ഥന, ധ്യാനം, ഇതൊക്കെ. ആ നിലമൊരുക്കുമ്പോൾ അവിടെ ഈശ്വരൻ പ്രകാശിക്കും. അങ്ങനെ നിലമൊരുക്കാതിരുന്നാൽ, മനസ്സിലെ ആഗ്രഹങ്ങളും മറ്റുള്ള വിചാരങ്ങളൊക്കെ നിയന്ത്രിക്കാതിരുന്നാൽ നമ്മൾ കൂടുതൽ ദുഃഖിക്കും. അത് ഈശ്വരൻ ശപിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ ഉള്ളിലെ ആ വിചാരങ്ങളെ നിയന്ത്രിച്ചാൽ സ്വാഭാവികമായി സ്വസ്ഥത ഉണ്ടാകും. ആ സ്വസ്ഥത എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ നമുക്ക് പ്രകാശിച്ച് അനുഭവിക്കാം, അത്രയേ ഉള്ളൂ. അതിന് ഈ അന്ധമായ വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ കാരണം, ഭഗവാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു ശരീരമാണ്, നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്കുള്ള എല്ലാ ദുഷ്ടവിചാരങ്ങളും എനിക്കും ഉണ്ടാകും, അതായത് ഈശ്വരന്മാർക്കും ഉണ്ടാകും എന്ന് നിങ്ങൾ വൃഥാ തെറ്റിദ്ധരിക്കുന്നു. അതാണ് അവജാനന്തി, നേരെ തലതിരിച്ചാണ് എന്നെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആവശ്യം ഇല്ല. കാരണം ഞാൻ സർവവ്യാപിയാണ്. ഇവിടെ എനിക്ക് സാധിക്കാനായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്കായിട്ട് സ്വസ്ഥത വേണമെങ്കിൽ എന്നെ ഭജിക്കുക. ഭജിക്കുന്നില്ല എന്നതിനാൽ നിങ്ങളുടെ സ്വസ്ഥത നശിക്കും എന്നല്ലാതെ അതാരും ശപിച്ചിട്ടും അല്ല, അത് അവനവനെ നിയന്ത്രിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി അനാവശ്യമായ അന്ധവിശ്വാസങ്ങളെ മനസ്സിൽ നിന്ന് ദൂരെ കളയുക. അവജാനന്തി മാമൂഢാ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. ഈശ്വര ആരാധനയിലൂടെ അത് നടത്തുന്നവർക്ക് കിട്ടുന്നത് സ്വസ്ഥമായ മനസ്സാണ്. അത് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ പ്രകാശിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇനി അങ്ങനെ ചെയ്യാത്തവർക്ക് അവരെ ഒരു ഈശ്വരനും ശപിക്കുന്നില്ല, പക്ഷേ അവരുടെ മനസ്സിൻ്റെ സ്വസ്ഥത ഇല്ലാതാവുന്നു. എന്തുകൊണ്ട്? അതാണ് 12ാമത്തെ ശ്ലോകം. മോഘ ആശ മോഘകർമാണോ മോഘകർമാണഃ മോഘജ്ഞാന
വിചേതസഃ രാക്ഷസീം ആസുരീം ച ഏവ ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. രാക്ഷസീം ഹിംസാപൂർണമായതും ആസുരീം ച കാപട്യവും ചതിയും നിറഞ്ഞതുമായ മോഹിനീം പ്രകൃതിയും നമ്മെ മോഹിപ്പിച്ച് ഭ്രമിപ്പിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ, അതായത് ഇവിടെ കാണുന്ന ജഡവസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സുഖമാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ ശ്രിതാഹ, ആ ജഡവസ്തുക്കളെ ആശ്രയിക്കുന്നവർ, തങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ആശ്രയിക്കുന്നവർ, മോഘ ആശാഹ, മോഘമെന്നാൽ നിഷ്ഫലമാവുക, ആഗ്രഹങ്ങളൊക്കെ നിഷ്ഫലമാകുന്നു. മോഘകർമാണഹ, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാകുന്നു. മോഘജ്ഞാനാഹ, ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് നിങ്ങൾ ഇനി എന്തൊക്കെ അറിഞ്ഞാലും ആ അറിവുകളൊക്കെ നിഷ്ഫലമാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ വിചേതസഃ, ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നവരാണ്. ഈശ്വരനെ ശരിയായ വണ്ണം അറിയാൻ സാധിക്കാത്തവർക്ക് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതാകുന്നു. അത് ഈശ്വരൻ ശപിക്കുന്നത് കൊണ്ടല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജഡമായ ഈ പ്രകൃതിയെയാണ് പിന്നെ അവർ ആശ്രയിക്കുന്നത്. ആ ജഡപ്രകൃതി എങ്ങനെയുള്ളതാണ്? ആ പ്രകൃതി തന്നെ നമ്മെ മോഹിപ്പിക്കുന്നു. ഇല്ലാത്തത് ഒന്ന് ഉണ്ട് എന്ന് കാണിച്ച് മോഹിപ്പിക്കുന്നതാണ് ഈ പ്രകൃതി. ഇനി ഈ പ്രകൃതി നമ്മളെ മോഹിപ്പിക്കും തോറും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത എന്താണ്? പണമുണ്ടാക്കണം, സുഖിക്കണം. എന്നാൽ ഇത് പണമുള്ള ഒരാളോട് നിങ്ങൾ ചോദിക്കൂ, സുഖമാണോ? അവരെ അടുത്തറിഞ്ഞ്, അങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരെക്കാളും ഭാഗ്യവാന്മാർ നമ്മളാണെന്ന്. കാരണം പണം കൊണ്ട് നമുക്ക് മനസ്സിനൊരു സുഖവും കിട്ടുകയില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം വേണം, വേണ്ട എന്നല്ല. പക്ഷേ അതില്ലെങ്കിൽ പോലും മനസ്സിന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഭഗവാനിൽ അത്രയധികം ഭക്തിയുള്ള ഒരാൾക്ക് സാധ്യമാണ്. അതാണ് കുചേലൻ നമ്മെ കാണിച്ചു തന്നത്. ഭക്തി രസത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുന്നവർക്ക് പണം പോലും ആവശ്യമല്ല എന്ന്. അതേസമയം അവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കുകയും ചെയ്യും എന്നത് മറ്റൊരു അതിശയം. എന്നാൽ ഈ ഭൗതിക വസ്തുക്കളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അതില്ലാതെയാകുമ്പോഴേക്കും ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ്. ഇനി എല്ലാം നേടിയവർ തന്നെ ആലോചിച്ചു നോക്കൂ, എത്രയോ ആളുകൾ പ്രശസ്തിയുടെ ഭാരം സഹിക്കാതെ വിഷാദ രോഗികളായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ പാശ്ചാത്യ ലോകത്ത് നോക്കിയാൽ കാണാം. അവിടെ പൂർണ്ണമായും ഭൗതികമായ ഒരു സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ ആകപ്പാടെ ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷേ ഇതിനെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മനുഷ്യൻ ആസ്വദിക്കാൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതൊന്നും ഒരുപാട് കാലം നമുക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ കാരണം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണോ അത് എൻ്റെ ഉള്ളിലെ ജീവാത്മാവാണ്. അതിനെ അറിയുന്നതുവരെ നമ്മൾ അസ്വസ്ഥരായിരിക്കും. ഈ ശരീരത്തെ സുഖിപ്പിക്കുന്നത്, മനസ്സിനെ സുഖിപ്പിക്കുന്നതൊക്കെ കിട്ടിയാൽ സന്തുഷ്ടരാകുമെന്നത് തികച്ചും തെറ്റായൊരു ധാരണയാണ്. അപ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിഷ്ഫലമാകുന്നു. ഈ ഭൗതികമായ മിഥ്യയായിട്ടുള്ള ഭൗതിക ലോകത്തെ ആശ്രയിച്ച് നിങ്ങൾ മനസ്സിൽ വളർത്തിയെടുക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നിഷ്ഫലമാകുന്നു. പണമില്ലാത്തവർക്ക് തോന്നും പണമുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന്. എന്നാൽ പണമുള്ളവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ സന്തുഷ്ടരാണോ? അല്ല. ഇനി ജോലി കിട്ടാത്തവർ, അവർ ചിന്തിക്കും ജോലി ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ജോലി കിട്ടിയവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ സന്തുഷ്ടരാണോ? അല്ല.
ഇനി വിവാഹബന്ധം, അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കുട്ടികളില്ലാതിരിക്കുന്നത് ചിലവർക്ക് അത് വലിയൊരു ദുഃഖമാണ്. എന്നാൽ കുട്ടികൾ ഉള്ളവരോട് ചോദിക്കൂ, നിങ്ങൾ സന്തുഷ്ടരാണോ? ഇനി കുട്ടികളെ വളർത്തി വലുതാക്കി അവരെയൊക്കെ ഒരു വഴിക്ക് കെട്ടിച്ചു വിട്ടു, എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞു. ഇനി ചോദിക്കൂ, നിങ്ങൾ സന്തുഷ്ടരാണോ? അപ്പോഴും അല്ല എന്നായിരിക്കും ഉത്തരം. കാരണം ഈ ലോകത്തുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ഉള്ളി പൊളിക്കുന്നത് പോലെയാണ്. ആ വലിയ ഉള്ളി കാണുമ്പോൾ വിചാരിക്കും ഉള്ളിൽ എന്തോ ഉണ്ടെന്ന്. അതിൻ്റെ ഓരോരോ പാളിയായിട്ട് അങ്ങനെ തൊലി പൊളിച്ച് വന്നാൽ അവസാനം മനസ്സിലാകും അവസാനം ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് ഈ ഭൗതിക ലോകത്തെ ആശ്രയിച്ചു കൊണ്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ. ഇനി പ്രവൃത്തികൾ. നമുക്കറിയാം, ഏതൊരാളുടെയും പ്രവൃത്തി എന്ന് പറയുന്നത് ജോലി. തനിക്ക് സമ്പാദിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു. കുറേ നാൾ ജോലി ചെയ്തു, സമ്പാദിച്ചു, എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു. റിട്ടയർഡ് ആയിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ ആ ചെയ്ത ജോലികളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതായിട്ടാണ് തോന്നുക. എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ പെടാപ്പാട് പെട്ടത് എന്ന് പോലും തോന്നിപ്പോകും. ഒരു കാലത്ത് പ്രശസ്തരായിട്ടുള്ള പല ആളുകളും, പല മേഖലകളിലുള്ള ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാനില്ല. എന്താ ചെയ്യേണ്ടത്? ചെയ്താലും ആളുകൾ കാണണ്ടേ, കേൾക്കണ്ടേ അവരെ? അതില്ലാതിരിക്കുമ്പോൾ തങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങളെ ഓർത്തിങ്ങനെ നെടുവീർപ്പിടുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, മോഘകർമാണഹ, ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ വിഫലമായവരായി തീരുന്നു. ഇനി മോഘജ്ഞാനാഹ, ഇന്നത്തെ വിദ്യാഭ്യാസം, നമ്മളൊക്കെ പഠിച്ച വിദ്യാഭ്യാസം എന്തായിരുന്നു? എന്തൊക്കെയാണ് പഠിച്ചു വെച്ചത്? ഏതെങ്കിലും ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് കൊല്ലങ്ങൾ മാറിപ്പോയാൽ അടികിട്ടും, ഇമ്പോസിഷൻ എഴുതിപ്പിക്കും. എന്നിട്ട് എന്ത് കാര്യമുണ്ടായി? മാത്സ്, ഫിസിക്സ്, ഇതിനൊക്കെ എന്തൊക്കെ ഇക്വേഷൻ പഠിച്ചു, എന്തൊക്കെ പ്രോബ്ലംസ് ചെയ്തു, എന്ത് കാര്യത്തിന്? ആർക്കറിയാം? ഒരു പക്ഷേ ആ ഒരു വിഷയത്തിൽ മാത്രം കൂടുതൽ പഠിച്ചവർക്ക് ആ വിഷയം ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകാം. അപ്പം ഒരു വിഷയത്തിൽ പഠിച്ച് അതിൻ്റെ ടീച്ചർ ആകുന്നവർക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും. പക്ഷേ ഒരു 10 കോടി പേർ പഠിച്ചതിൽ കുറച്ച് ലക്ഷങ്ങൾക്കായിരിക്കും ആ പഠിച്ചത് കൊണ്ടൊരു ഗുണം കിട്ടിയിട്ടുണ്ടാകുള്ളൂ. ബാക്കിയെല്ലാം വിഫലമായിത്തീരുന്നു. ഇങ്ങനെ ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് അറിയുന്ന എല്ലാ അറിവും നിഷ്ഫലമാണ്. കാരണം ഈ ഭൗതിക ലോകം തന്നെ മിഥ്യയാണ്. ഈ മിഥ്യയായ ലോകത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പഠിച്ചിട്ടും ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഏത് കർമ്മവും ആ ഭൗതിക ലോകത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം വിഫലമായിത്തീരുന്നു. അങ്ങനെ നിഷ്ഫലമാകുമ്പോൾ മനസ്സ് കെട്ടുപോകുന്നു, ബുദ്ധി കെട്ടുപോകുന്നു. ബുദ്ധി കെട്ടുപോയാൽ അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും ഈശ്വരൻ ശപിച്ചിട്ടൊന്നുമല്ല, അത് ഈ ലോക സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്വസ്ഥതയും അസ്വസ്ഥതയും. ഈശ്വരനോടടുക്കും തോറും നമ്മുടെ മനസ്സാകുന്ന ആ ഒരു വയൽ, അതിലെ കളയൊക്കെ പെറുക്കിയെടുത്ത് കളഞ്ഞ് അതിനെ നല്ല ഭംഗിയാക്കി പുതിയ പുതിയ വിത്ത് എറിയുക. എന്താണ് വിത്ത്? നല്ല പ്രവൃത്തികൾ, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ. അങ്ങനെ നല്ല വിളവ് കിട്ടുന്നു. അവിടെ ഭഗവാൻ അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിൻ്റെ ഒരു സ്വസ്ഥതയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ എന്നെ ശപിച്ചു കളയും, എല്ലാ ദിവസവും വായിക്കുന്നതാണ്, ഇന്നൊരു ദിവസം വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഭഗവാൻ ശപിച്ചു കളയും, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റിയിട്ട്
ഇതൊക്കെ എൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക, ഭഗവാനിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാത്തവർ ഇനി എന്ത് ജപിച്ചിട്ടും കാര്യമില്ല, അവരുടെ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും. നമ്മുടെ മനസ്സ് സ്വസ്ഥമാകാൻ ജപത്തെക്കാളും നമുക്ക് പ്രയോജനപ്പെടുക നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റുകയാണ്. ഇത് മുൻപ് ഞാൻ പറഞ്ഞു. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഇപ്പോഴും ഒരു ധാരണ അതാണ്. അസ്വസ്ഥമായ മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല, അസ്വസ്ഥമായ മനസ്സുകൊണ്ട് ജപിക്കാൻ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെ മനസ്സിൽ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച്, ഭഗവാനെക്കുറിച്ച് അറിയാൻ, ഭഗവാനോട് അടുക്കാൻ ഇങ്ങനെയൊക്കെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇത് മാത്രമേ നമുക്കൊരു സ്വസ്ഥതയെ തരുള്ളൂ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. മോഘാശാ മോഘകർമാണോ മോഘജ്ഞാനാ വിചേതസ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.